ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് തീയതി February 11, 2026. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങണമെന്ന് ആലോചിച്ച ഒരു കാര്യമാണ് ഇതേ ഞാനിപ്പം നിസ്സാരമായിട്ട് തുടങ്ങിയത്. എൻ്റെ ഓവർ തിങ്കിങ്ങും മറ്റുള്ളവരെന്ത് വിചാരിക്കുക, ഇതൊക്കെ ഒരു ക്രിഞ്ചല്ലേ എന്നുള്ള ഒരൊറ്റ ചിന്ത കാരണം മാത്രമാണ് ഞാൻ ഇത്രയും നാൾ നീട്ടിക്കൊണ്ടു പോയത്. വേറൊന്നുമല്ല, ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആകണം എന്ന ആഗ്രഹം. സോഷ്യൽ മീഡിയയിൽ എനിക്കും വരണം, 10 പേര് എന്നെയും അറിയണം എന്നുള്ളൊരാഗ്രഹം തുടങ്ങിയത് 2017-18 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് വീഡിയോസ് ചെയ്തു, പോസ്റ്റ് ചെയ്തതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെച്ചു. എൻ്റെ അക്കൗണ്ടിൽ ആരും ഇത് കാണണ്ടെന്ന് വിചാരിച്ചു. കാരണം എന്താ, ഇതൊക്കെ ഒരു ക്രിഞ്ചല്ലേ, ഞാൻ പറയുന്ന കാര്യം തെറ്റിപ്പോയില്ലേ, അവിടെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള അനാവശ്യമായ ചിന്ത കാരണം മാത്രമാണ് ഞാൻ അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. പക്ഷേ ഇന്ന് ഞാൻ അത് ആലോചിച്ച് ഭയങ്കരമായിട്ട് പശ്ചാത്തപിക്കാറുണ്ട്. കാരണം ഇന്ന് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ വളരെ ഹിറ്റായിട്ട് നിൽക്കുന്ന ഈ യൂട്യൂബേഴ്സൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ സമയത്ത് തന്നെയാണ് ഞാനും തുടങ്ങിയത്. ഞാനും ഇതുപോലെ ആക്റ്റീവായിട്ട് അത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് വന്നിരുന്നെങ്കിൽ ഞാനും ഇന്ന് 10 പേര് അറിയുന്ന ഒരാളായി മാറിയേനെ. അതിൻ്റെയൊക്കെ സമയം കഴിഞ്ഞുപോയി. ഇപ്പോൾ അവർ വലിയ ആൾക്കാരായി, വലിയ എന്തു പറയാനാ, സെലിബ്രിറ്റീസൊക്കെ ആയപ്പം ഞാൻ 8 വർഷം കഴിഞ്ഞും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിവേ, അതൊക്കെ കഴിഞ്ഞു പോയി. 8 വർഷം കഴിഞ്ഞു. ഞാനൊന്ന് ആഞ്ഞു പിടിച്ചാൽ എൻ്റെ ചാനൽ അവരുടെയൊക്കെ ചാനലിനേക്കാളും മുന്നിൽ കൊണ്ടുവരാനും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനും ഒക്കെ എനിക്ക് പറ്റും. യെസ്, എനിക്ക് പറ്റും. എനിക്കതിൻ്റെ ഒരു വിശ്വാസമുണ്ട്. എനിവേ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതൊക്കെ കഴിഞ്ഞുപോയി. അതിനെ ഒന്നും നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, February 11. അപ്പം ഇന്നെങ്കിലും ഞാനിത് തുടങ്ങിയില്ലെന്നുണ്ടെങ്കിൽ ഇനി ഇതെന്ന് ഞാൻ തുടങ്ങാനാണ്. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല. കാരണം എൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു വല്ലാത്തൊരു ആഗ്രഹമാണ് ഇത് തുടങ്ങണം എന്നുള്ളത്. 8 വർഷം എൻ്റെ ജീവിതത്തിൽ എന്തോരം മനോഹരമായ കാര്യങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് മനോഹരമായ കാര്യങ്ങൾ മാത്രമല്ല, കഷ്ടപ്പാടുകളും വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയി. എന്തോരം നല്ല നല്ല വീഡിയോസ് എനിക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ എൻ്റെ ഗാലറിയിൽ ഇന്നും അതൊക്കെ തുരുമ്പെടുക്കുന്ന ഒരു വീഡിയോസായിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ക്യാമറ ഫേസ് ചെയ്ത് ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷേ പോസ്റ്റ് ചെയ്യാനുള്ള മടി കാരണം മാത്രമാണ് ഞാൻ പോസ്റ്റ് ചെയ്തായിപ്പോയത്. പക്ഷേ ഇനി മുതലെങ്കിലും അറ്റ്ലീസ്റ്റ് എനിക്ക് വീക്ക്ലി വൺസ് എങ്കിലും ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം എനിക്ക് വരണം. ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ഒരു 5 വർഷം കഴിഞ്ഞ് ഞാൻ തന്നെ പശ്ചാത്തപിക്കും. 26 വയസ്സ്, അറ്റ്ലീസ്റ്റ് 26 വയസ്സിലെങ്കിലും ഞാനത് തുടങ്ങിയിരുന്നെങ്കിൽ എനിക്കിന്ന് വിഷമിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. ഒരു 30ാമത്തെ വയസ്സെത്തിയിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് ഇന്നെങ്കിലും അത് തുടങ്ങണമെന്ന് തോന്നി. ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് തുടങ്ങുകയാണ്. എന്നെപ്പോലെ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആകണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഉള്ളിലൊളിപ്പിച്ച് എൻ്റെ ഇതേ സെയിം ചിന്താഗതി കാരണം മാത്രം വേണ്ട, ആൾക്കാരെന്ത് ചെയ്യും, വേണ്ട, അതൊക്കെ ഒരു ക്രിഞ്ചല്ലേ, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റും, അത്രയേ ഉള്ളൂ. ഞാൻ വളരെ ഒതുങ്ങി ജീവിക്കണം, ലോകത്തിൻ്റെ ഒരു മൂലയിൽ എന്നെ ആരും അറിയാതെ എനിക്ക് ഒതുങ്ങി ജീവിക്കണം എന്നുള്ളൊരു ചിന്തയുള്ളൊരു വ്യക്തിയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഞാൻ ഇടയ്ക്കെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തെങ്കിലും ഇടാറുണ്ട്. ഇതുപോലെ ആവരുത് നിങ്ങൾ, സമയം കളയരുത്. വളരെ വിലപ്പെട്ട നമ്മുടെ സമയം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം. എനിക്കിത്രേ പറയാനുള്ളൂ. എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഒരു ലോങ് വീഡിയോ ആക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.